തേന്മാവിൻ കൊമ്പത്ത് നാളെ മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. അവരിതെവിടെ പോയതാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇനി നീ ഒന്ന് വിളിച്ചു നോക്ക് നിർമ്മലേ. പാറു വിളിച്ചപ്പോ ഇപ്പൊ വരാന്നും എന്തോ സർപ്രൈസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്. പിന്നെ ഞാൻ വിളിച്ചിട്ട് എന്താ കാര്യം? എന്നോടും അത് തന്നെ പറയും. വർത്തമാനം കേട്ടിട്ട് കുഴപ്പമൊന്നുള്ളതായിട്ട് തോന്നിയില്ല. രണ്ടെണ്ണത്തിനെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. ആകാശം ഇടിഞ്ഞു വീണാലും നമ്മളെ ഒന്നും അറിയിക്കാതെ അഭിനയിച്ചു കളയും. എങ്കിൽ പിന്നെ ഞാനൊന്ന് വിളിച്ചു നോക്കിയാലോ? എന്നോട് ചിലപ്പോ നിധി സത്യം പറയും. ഓ അത് ശരി. നിനക്കെന്താ കൊമ്പുണ്ടോ? അങ്ങനെ ഒരു പ്രത്യേകതയെ നിധി കൽപ്പിച്ചു തന്നതായിട്ട് എനിക്കറിയത്തില്ല. എന്തായാലും നീ ഒന്ന് വിളിച്ചു നോക്ക്. അതന്നെയല്ലേ ഞാനും പറഞ്ഞത്. എന്നാ പിന്നെ നീ വിളിക്കണ്ട. ഓ ഞാൻ വിളിക്കുക. അവര് വന്നു തോന്നുന്നു. വാ. എന്താടാ മോനെ, എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് സർപ്രൈസ് ഇപ്പതാ കാറിൽ നിന്നിറങ്ങും. അമ്മ കണ്ടോളൂ, നോക്ക്. കഴിഞ്ഞില്ലമ്മ, ഒരു സർപ്രൈസ് കൂടിയുണ്ട്. അമ്മ ഞങ്ങൾക്ക് മാപ്പ് തരണം. മാപ്പോ? എന്ത് മാപ്പ്? ഇറങ്ങി പൊയ്ക്കൊണ്ട് രണ്ടേന്റെ മുമ്പിൽ നിന്ന്. നിന്റെയൊക്കെ ഈ അഭിനയത്തിലൊന്നും ഈ പാർവതി വീഴാൻ പോകുന്നില്ല. പറഞ്ഞത് കേട്ടില്ല, ഇറങ്ങി പോകാൻ. അമ്മയുടെ മുൻപിൽ ഇപ്പൊ നിൽക്കുന്നത് CKCയുടെ ചതിക്കുഴിയിൽ വീണ് സ്വന്തവും ബന്ധവും തന്നെ മറന്നുപോയ പഴയ പ്രണവല്ലമ്മ. അവന്റെ കൂടെ നിൽക്കുന്നത് പണത്തിനോടുള്ള ആർത്തിമൂത്ത് ആരെയും ചതിക്കാവെന്നും പറഞ്ഞ് ജീവിച്ച ശിവാനിയുമല്ല. തിരിച്ചറിയാതെ പോയ ചതിക്കുഴികളും കാണാതെ പോയ സ്നേഹവും നഷ്ടപ്പെടുത്തി കളഞ്ഞ ബന്ധങ്ങളും എന്താണെന്നുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ 2 പേരാണ് ഇപ്പൊ അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നത്. അമ്മയുടെ മോനെ ഈ പറയുന്നത് ഒരു സംശയം ഇനി അമ്മയ്ക്ക് വേണ്ട. 2 പേരെയും അനുഗ്രഹിക്കമ്മേ. എൻ്റെ ഏട്ടനും ഏട്ടത്തെയാണ് ശരിയെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. ഇനി ഞാൻ ഒരിക്കലും പഴയതുപോലെ ആവില്ല. പ്രണവനനുസരിച്ച് ജീവിക്കുന്ന ഭാര്യയായി, ഈ ആന്റിയുടെ സ്നേഹത്തിന് മുന്നിൽ തല കുമ്പിട്ട് നിൽക്കുന്ന ഒരു മരുമകളായി, ഈ ഏട്ടന്റെ ഏട്ടത്തിയുടെ അനിയത്തിയായി എനിക്ക് ഈശ്വരമംഗലത്ത് ജീവിക്കണം. ഇനി ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ലെന്ന് ഞാൻ സത്യം ചെയ്ത് പറയാം. അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം. എല്ലാ അനുഗ്രഹവും ഉണ്ട് നിങ്ങൾക്ക്. മുഖത്ത് നോക്കി ശാപവാക്കുകൾ പറയുമ്പോഴും അത് നിങ്ങൾ നന്നാവാൻ വേണ്ടി മാത്രമായിരുന്നു. ഒരിക്കലും നിങ്ങൾക്കൊരു ദോഷം വരണമെന്ന് ഉള്ളിത്തട്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എനിക്കതിനാവത്തുമില്ല. ഇന്നും വിളക്ക് കൊളുത്തി വെച്ച് ഈശ്വരന്മാരോട് പറഞ്ഞത് പ്രണവനും ശിവാനിക്കും നല്ല ബുദ്ധി കൊടുക്കണേന്ന് മാത്രം. അല്ല നിധി,
എന്താ ഇപ്പൊ പെട്ടെന്ന് സംഭവിച്ചത്? നിങ്ങൾ എവിടേക്കാ പോയത്? ഇത്രയും പെട്ടെന്ന് ഇവർക്ക് രണ്ടുപേർക്കും ഇങ്ങനൊരു മാറ്റം വരണമെങ്കിൽ അതിനൊരു ഒറ്റമൂലി ചികിത്സ തന്നെ വേണമല്ലോ. ആ ചികിത്സ ഗൗതം തന്നെ അങ്ങ് കൊടുത്ത ആന്റി. ഇതുവരെ നടന്ന സംഭവങ്ങളെല്ലാം നമ്മൾ പറഞ്ഞാലല്ലേ ഇവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ. CKC അയാളുടെ നാവുകൊണ്ട് തന്നെ ഇവരോടെല്ലാം തുറന്നു പറഞ്ഞു. എങ്ങനെ? എന്താടാ ഉണ്ടായത്? ഹൈടെക് സിറ്റിയുടെ ആ 500 കോടി രൂപയുടെ പ്രോജക്റ്റ് ഞങ്ങൾക്ക് തന്നെ കിട്ടണം. അതിനുവേണ്ടിയാണ് നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. പ്ലാനുകളെല്ലാം ഗൗതമിന്റേതായിരുന്നു. കൃത്യമായി CKC അതിൽ വന്ന് വീണു കൊടുത്തു. അയാൾ എന്തൊക്കെ ചെയ്യുന്നുള്ള എന്റെ കണക്കുകൂട്ടലുകൾ അതുപോലെ തന്നെ നടന്നു എന്ന് പറയുന്നതാവും ശരി. ഇവരെ സത്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു എന്റെ മുന്നിൽ. നിങ്ങൾ രണ്ടുപേരോടും CKC ചതിക്കുന്ന് തലേ കൈവച്ച് പറഞ്ഞതല്ലേ ഞങ്ങള്? എന്നിട്ട് നിങ്ങൾ കേട്ടോ? അയാള് വല്ല അതിക്രമവും കാണിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ദുഷ്ടനാണ് അയാള്. ആ മനുഷ്യന്റെ വാക്കും കേട്ട് നിങ്ങൾ എന്തൊക്കെ ദ്രോഹങ്ങളാ കുട്ടികളെ ചെയ്തത്. ഇനിയെങ്കിലും അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത് മക്കളെ. ഈ ചർച്ച നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. കത്തി നിന്നൊരു പ്രശ്നം ഇന്ന് പരിഹാരത്തിലെത്തിയല്ലോ. പക്ഷേ എന്റെ ഒരു പ്രശ്നമുണ്ട്. അതിനുള്ള പരിഹാരം ഇപ്പൊ കണ്ടേ പറ്റൂ. നിനക്കിനി എന്താ പ്രശ്നം? ആ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് നിർമ്മലാമ്മയാണ്. അമ്മയുടെ വായിൽ നിന്ന് തന്നെ എനിക്ക് ആ ഉത്തരം കേൾക്കണം. ഇനി പിന്നീട് ഒരിക്കലാവട്ടെ എന്നുള്ള മറുപടി ഒന്നും എനിക്ക് വേണ്ട. അറിഞ്ഞേ പറ്റൂ. ആരാ എന്റെ അച്ഛൻ? ഇനിയും ആ പേര് പറയാൻ ഉദ്ദേശമില്ലെങ്കിൽ ഈ നിമിഷം ഞാൻ ഈ വീട് വിട്ടിറങ്ങും. പിന്നെ ഞാൻ ഒരിക്കലും തിരിച്ചു വരുമെന്ന് അമ്മ പ്രതീക്ഷിക്കണ്ട. അയ്യോ ഗൗതം, അങ്ങനെയൊന്നും പറയല്ലേ മോനെ. അങ്ങനെ തന്നെ പറയും. ആ പേര് കേൾക്കണം എനിക്ക് അമ്മയുടെ നാവിൽ നിന്ന് തന്നെ. പെറ്റമ്മ തന്നെ ഇതാണ് നിന്റെ അച്ഛനെന്ന് പറയുന്നതല്ലേ അതിന്റെ ഒരു ഭംഗി. ഞാൻ പറഞ്ഞല്ലോ ഗൗതം, അതിനുള്ള സമയമാവട്ടെ. അപ്പൊ ഞാൻ എല്ലാം തുറന്നു പറയാം. വെറുതെ വാശി കാണിക്കണ്ട ഗൗതം. ഇനി ഞാൻ ആ പേര് പറയാത്തതിന്റെ പേരിൽ നീ ഈ വീട് വിട്ട് ഇറങ്ങാനാണ് തീരുമാനമെങ്കിൽ അതിനു മുമ്പ് ഞാനങ്ങ് പോയേക്കാം. അപ്പൊ പ്രശ്നം തീരുമല്ലോ. എങ്കിൽ ഇപ്പൊ ആ പേര് ഞാൻ അങ്ങോട്ട് പറയട്ടെ. ആ പേര് ഞാൻ തന്നെ പറയണോ അതോ അമ്മ തന്നെ പറയുന്നോ? എന്ത് വേണോന്ന് അമ്മ തന്നെ തീരുമാനിക്കുക. നോക്ക് നിർമ്മലേ, ഇനി അതിന് വേറൊരു സമയം നോക്കിയിരിക്കണ്ട. നിന്റെ അച്ഛൻ ഇന്നയാളാണെന്ന് ഒരമ്മ പറയുന്നതിനേക്കാൾ വലിയ സർട്ടിഫിക്കറ്റ് വേറെ ഇല്ല. ആ പേര് നീ തന്നെ പറ. എനിക്കും അറിയണം അത് ആരാണെന്ന്. ഇനിയൊന്നും മറച്ചു വെക്കണ്ട ആന്റി, അതങ്ങ് പറഞ്ഞേക്ക്.